പാർലമെന്റിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിറച്ചോടുകയാണോ? രാജ്യത്തെ ഞെട്ടിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന കടുത്ത ആരോപണം പല കോണിൽ നിന്നും ഉയരുകയാണ്. വിദ്യാർത്ഥികളുടെ ചോര വീണ തെരുവുകളിലെ പോലീസ് അതിക്രമത്തിലും അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ കാണിക്കപ്പണം കാണാതായ സംഭവത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പും മൗനവും ഇപ്പോൾ രാജ്യമൊട്ടാകെ വൻ പ്രതിഷേധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് മോദി സർക്കാരിനും അമിത്ഷായ്ക്കുമെതിരെ രൂക്ഷമായ ആക്രമണവുമായി രംഗത്തെത്തിയത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെയും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയും ജന്തർ മന്ദറിലും ബീഹാറിലും സമാധാനപരമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് ദില്ലി പോലീസും സുരക്ഷാ സേനയും മൃഗീയമായി അടിച്ചമർത്തിയത്. പെല്ലറ്റ് തോക്കുകൾ വരെ ഉപയോഗിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നിർദ്ദയം നേരിടാൻ ആരാണ് ഉത്തരവിട്ടതെന്നും അമിത്ഷാ പാർലമെന്റിൽ നേരിട്ടെത്തി രാജ്യത്തോട് മറുപടി പറയണമെന്നും KC വേണുഗോപാൽ കട്ടായമായി ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല, കോടിക്കണക്കിന് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക തട്ടിപ്പിലും കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെട്ടു. ഭക്തിയോടെ സമർപ്പിച്ച കാണിക്കപ്പണത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നെന്ന ഗുരുതര ആരോപണം ഉയർന്നിട്ടും അന്വേഷണം നടത്താനോ പ്രതികരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ പൊള്ളുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് സംസാരിക്കാനോ അനുവദിക്കാതെ ജനാധിപത്യത്തെ മോദി സർക്കാർ ബോധപൂർവം നിശബ്ദമാക്കുകയാണ്. അമിത്ഷാ പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരിക്കാതെ പ്രതിപക്ഷത്തിന് മുന്നിൽ വന്ന നിലപാട് വ്യക്തമാക്കുന്നത് വരെ സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ജനാധിപത്യത്തെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തുന്ന BJP സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാട്ടം തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന് കാര്യങ്ങളൊട്ടും എളുപ്പമാകില്ല.